ആഹാ, എന്താ ഒരു ടേസ്റ്റ്. കുഞ്ഞനാണേലും ഇവ കൊള്ളാം. എന്താ പരിപാടി? ഞങ്ങൾ കുഞ്ഞൻ മുയലിനെ അകത്താക്കി. ഞാനല്ലേ അവനെ പിടിക്കാൻ ഐഡിയ പറഞ്ഞു തന്നത്. എനിക്ക് ടേസ്റ്റ് നോക്കാൻ ഒരു ലെഗ് പീസെങ്കിലും ബാക്കി വെക്കാമായിരുന്നില്ലേ? അത് പിന്നെ നല്ല ടേസ്റ്റ് ആയിരുന്നു. അതുകൊണ്ട് എല്ലാം ഷടപടേന്നായിരുന്നു. നാറികൾ, എത്ര കഷ്ടപ്പെട്ടാണ് മുയലിനെ കെടിയിലാക്കാൻ ഞാനൊരു സൂത്രമുണ്ടാക്കിയത്. നന്ദിയില്ലാത്ത വർഗങ്ങൾ. ഇവന്മാർക്കൊരു 8ന്റെ പണി കൊടുക്കണമല്ലോ. എന്തോ നാടേ ചിന്തിക്കുന്നത്. വല്ല ഉഡായിപ്പൻ പകപോക്കലുമാണെങ്കിൽ നിന്റെ കഴുത്തിന് മേലെ തല കാണില്ല. മൈൻഡ് ഇറ്റ്. ഞാൻ വിശപ്പ് മാറ്റാൻ വേറെ വല്ല വഴിയുമുണ്ടോ എന്ന് ചിന്തിച്ചതാ. ആശാനെ, അതിനൊരു വഴിയുണ്ട്. കുറച്ച് സമയം കൂടി വിശപ്പ് സഹിച്ചിരുന്നാൽ വയറിൽ ഗ്യാസ് കയറി വിശപ്പ് മാറിക്കോളും. ആശാൻ തന്നെയല്ലേ ഇതെനിക്ക് പറഞ്ഞു തന്നത്? എടാ, നിന്നെ ഞാൻ നല്ല ആശാനും ശിഷ്യനും. കുഞ്ഞൻ മുയലിനെ കണ്ടിട്ട് കുറെ ആയല്ലോ. എവിടെയാണോ ആവോ? ചുടായിപ്പാ, നീ കുഞ്ഞൻ മുയലിനെ കണ്ടോ? എനിക്ക് അവനോട് ഒരു അത്യാവശ്യ കാര്യം പറയാനുണ്ടായിരുന്നു. ഓഹോ, അത്ര അത്യാവശ്യമാണെങ്കിൽ ഒരു വഴി മാത്രമേ ഉള്ളൂ. നീ പരലോകത്തേക്ക് പോയിക്കോ. അവനിപ്പോൾ അവിടെയാ. നീ തമാശ പറയാതെ അവനെ കണ്ടോ? അതുതന്നെയാ പറഞ്ഞത്. കുഞ്ഞൻ മുയലിനെ ആ സിംഹവും പുലിയും ചേർന്ന് കൊന്നു തിന്നു. സത്യാണോ? ദുഷ്ടന്മാർ. ഇത് ഞാനാ പറഞ്ഞതെന്ന് ആരോടും പറയരുത്, ഓക്കേ? ആഹാ, ഒരു പാര വെച്ചപ്പോൾ മനസ്സിനെന്തോ ഒരാശ്വാസം പോലെ. എടാ ചുടായിപ്പാ, അപ്പോ ആ ഐഡിയയും വെള്ളത്തിലായി. ആ ചുടായിപ്പൻ നമുക്ക് പണി തന്നതാ. അവനെ ഇനി വെറുതെ വിട്ടാ ശരിയാവില്ല. തിരിച്ചവനും ഒരു യമണ്ടൻ പണി കൊടുക്കണം. ചുടായിപ്പൻ ആശാൻ പറഞ്ഞ കുരുട്ടുബുദ്ധി ഉപയോഗിച്ച് അവന്മാരെ കെണിയിലാക്കണം. ഇവൻ പിന്നെ വന്നോ? ഇവനാണ് ഞങ്ങൾ പറഞ്ഞ പൂച്ച, ഉടായിപ്പൻ പൂച്ച. ഓഹോ, കണ്ടിട്ട് ഒരു പാവത്തിനെ പോലുണ്ടല്ലോ. പക്ഷേ കയ്യിലിരിപ്പ് ശരിയല്ല. ഞാൻ നിങ്ങളുടെ പുതിയ കൂട്ടുകാരി ഒന്ന് പരിചയപ്പെടാൻ വന്നതാ. ആദ്യമായിട്ടാ മനുഷ്യ കുഞ്ഞുങ്ങളെ നേരിട്ട് കാണുന്നത്. എന്തോ പുതിയ ഉടായിപ്പ് കൊണ്ട് വന്നതാ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ഫോറസ്റ്റ് ആൻഡ് നൈസ് ടു മീറ്റ് യു. താങ്ക് യു. നിന്റെ അടവ് എന്താണേലും കൊള്ളാം. അതിവിടെ ചെലവാകില്ല. നീ പോ മോനെ ദിനേശ.